സ്വർഗത്തിലേക്കുള്ള ഹൈവേ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് സഹോദരന്മാർ. സ്വർഗത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തിയാലും മതി വരികയില്ല. പാൽപ്പുഴകൾ, തേന്മഴ പെയ്യും നാട്, സുഗന്ധങ്ങൾ നിറഞ്ഞൊഴുകും കാട്, പഴങ്ങൾ, പാനീയങ്ങൾ, സുന്ദരികൾ, സുന്ദരന്മാർ, കുട്ടികൾ, വലിയവർ എല്ലാവരും ഒരുമിച്ചിരിക്കും മജ്‌ലിസുകൾ. പാൽപ്പുഴകൾ, തേന്മഴ പെയ്യും നാട്, സുഗന്ധങ്ങൾ നിറഞ്ഞൊഴുകും കാട്, ടാൻസിൻ കർപ്പൂരം, ഇഞ്ചിയുടെ രസം, മനസ്സിനെ കുളിർപ്പിക്കും അത്ഭുതങ്ങൾ. പുതുനാരികൾ, പുതുമാരന്മാർ, തരുണികൾ, തരുണിമണികൾ തളർത്തും ദൃഷ്ടികളെ ഈ അത്ഭുത കാഴ്ചകൾ. പാൽപ്പുഴകൾ, തേന്മഴ പെയ്യും നാട്, സുഗന്ധങ്ങൾ നിറഞ്ഞൊഴുകും കാട്, എല്ലാവരും ഒരുമിച്ചിരുന്ന് വെക്കും നൃത്തം, അനുഭവിക്കും സ്വർഗസമാധാനങ്ങൾ. എല്ലാവരും ഒരുമിച്ചിരുന്ന് വെക്കും നൃത്തം, അനുഭവിക്കും സ്വർഗസമാധാനങ്ങൾ. മുത്തുമണികളാൽ നിർമ്മിച്ചെടുത്ത കൊട്ടാരങ്ങൾ, വർണ്ണപ്പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ. മുത്തുമണികളാൽ നിർമ്മിച്ചെടുത്ത കൊട്ടാരങ്ങൾ, വർണ്ണപ്പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ. യാക്കൂബിൻ്റെ കിണറിലെ ശുദ്ധിയുള്ള പച്ചവെള്ളം, കൈത്തളിർ പോലെ തഴച്ചൊട്ടും തണുപ്പും. പാൽപ്പുഴകൾ, തേന്മഴ പെയ്യും നാട്, സുഗന്ധങ്ങൾ നിറഞ്ഞൊഴുകും കാട്, മഞ്ഞുപോലെ വെളുത്ത മേഘങ്ങൾ, കാറ്റിൻ്റെ സ്പർശനം ഇളം തണുപ്പിൽ. പാൽപ്പുഴകൾ, തേന്മഴ പെയ്യും നാട്, സുഗന്ധങ്ങൾ നിറഞ്ഞൊഴുകും കാട്, മഞ്ഞുപോലെ വെളുത്ത മേഘങ്ങൾ, കാറ്റിൻ്റെ സ്പർശനം ഇളം തണുപ്പിൽ. പാൽപ്പുഴകൾ, തേന്മഴ പെയ്യും നാട്, സുഗന്ധങ്ങൾ നിറഞ്ഞൊഴുകും കാട്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റവൽ ഇമാമുൽ ബുഖാരി ഫീ സഹീഹിഹി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. ഖീല യാ റസൂലല്ലാഹ് വമൻ യഅബാ. ഖാല മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗത്തിലേക്കുള്ള ഹൈവേ, ആ ഹൈവേ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. ഇന്ന് നാം നിങ്ങളോട് 11 കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. 10 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കിയാൽ ആ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്യുകയാണ്, നബിയുടെ ഉറപ്പാണ്, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കും. എൻ്റെ സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബാ, ഒരുത്തനൊഴികെ. ഈ 11ാമത്തെ ആളിൽ ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. ഖീല യാ റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, വമൻ യഅബാ, അള്ളാഹുവിൻ്റെ റസൂലെ ആരാണ് വിസമ്മതിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഖാല മൻ അതാഅനി, ആര് എന്നെ അനുസരിച്ചുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, ആര് എന്നെ ധിക്കരിച്ചുവോ ഫഖദ് അബാ, അവൻ എൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിസമ്മതിച്ചിരിക്കുന്നു, എന്നെ അംഗീകരിക്കാൻ തയ്യാറില്ലാതെ ആയിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്കുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നത് സഹോദരന്മാരെ. അപ്പോൾ 10 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇത്താഅത്തുൻ നബി,
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. രണ്ടാമത്തത് ഇത്തിബാഉ സബീലിഹി, നബിയുടെ മാർഗം പിൻപറ്റുക, ഫോളോ ചെയ്യുക. മൂന്നാമത്തേത് തൗഹീദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനനുസരിച്ച് ജീവിക്കുക. നാലാമത്തത് ഇസ്തിഖാമ് അലാ ശരീഅത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിതത്തെ നിലനിർത്തുക. അഞ്ചാമത്തത് അദാഉ സലവാത്തുൽ ഖംസ, 5 സമയത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുക. ആറാമത്തത് അദാഉ സക്കാത്ത് കൊടുക്കുക. ഏഴാമത്ത് സിയാമു റമളാൻ, നോമ്പനുഷ്ഠിക്കുക. എട്ടാമത്ത് ബിർറു വാലിദൈഹി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ഒമ്പതാമത്തത് കഫ് അൻ മഹാരിമില്ലാഹി മിൻ സിന, വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പത്താമത്തത് വശുർബുൽ മുസ്കറാത്ത്, കള്ള് കുടിക്കാതിരിക്കുക. ഫഹാദ യുദ്ഖിലുഹുൽ ജന്ന ലിഅന്നഹു താബിഉർ റസൂൽ, ഈ 10 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നബിയെ പിൻപറ്റിയവരാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാകുന്നു. അമ്മാമൻ അബാ, എന്നാൽ 11ാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആരാണ് വിസമ്മതിച്ചത് എന്നെ അനുസരിക്കുവാൻ? വലം യുൻഖിദ് ലിശ്ശർഇ ഫമഅനാഹു ഖദ് അബാ, ആര് ശർഇനെ ജീവിതത്തിൽ പിൻപറ്റുവാൻ തയ്യാറില്ലയോ, ശർഇനനുസരിച്ച് ജീവിതത്തെ തയ്യാറാക്കിയില്ലയോ, അവനാണ് അബ, വിസമ്മതിച്ചവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. പ്രിയപ്പെട്ടവർ, ഒരല്പം വിശദീകരണം. നബിയുടെ സമുദായം എന്നത് ഒരു പൂന്തോട്ടമാണ്. ഓരോ വിശ്വാസി ഓരോ പൂവാണ്. ഓരോ പൂവും പൂർണ്ണമായി ഒന്നല്ല. ചിലത് വലുതാണ്, ചിലത് ചെറുതാണ്, ചിലത് മനോഹരമാണ്, ചിലത് സാധാരണത്തെ പോലെയാണ്. എല്ലാ പൂവും പ്രത്യേകം സുഗന്ധങ്ങൾ പരത്തുന്നു. അതുപോലെ ഓരോ സത്യവിശ്വാസിയും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഓരോ പ്രത്യേകം ഉത്കൃഷ്ട ഉന്നതമായ സ്വഭാവങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു. ഇതുപോലെ നബിയുടെ സമൂഹത്തിലെ എല്ലാ വിശ്വാസികളും വ്യത്യസ്തരാണ്. എന്നാൽ അവരെല്ലാം ഒരേ വിശ്വാസത്തിൽ അധിഷ്ഠിതരാണ്, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഈ സമുദായത്തെ ഒരു യാത്രയോട് നമുക്ക് ഉപമിക്കാം. നാം ജീവിതത്തിൽ പല യാത്രകളും ചെയ്യാറുണ്ടല്ലോ. ചില യാത്രകൾ കഠിനമാണ്, ചിലത് സുഖകരമാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഒന്ന് തന്നെയാണ്, അഥവാ ആത്യന്തിക ലക്ഷ്യം സ്വർഗം തന്നെയാണ്. നബിയെ പിൻപറ്റുന്നത് യാത്രയിലെ ഒരു ഭാഗമാണ്. നബിയുടെ സമുദായത്തിൽ പെട്ടവനാവുക എന്നത് ഒരു ഭാഗ്യവുമാണ്. നബിയുടെ സമുദായത്തിൽപ്പെട്ടത് ഒരു ഭാഗ്യമാണ്. ധിക്കാരി എന്ന വാക്കിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ആത്മഹത്യാപരമായ യാത്രയുടെ കഥയാണ്. സ്വർഗം എന്ന നിത്യസമാധാനത്തിൻ്റെ തീരത്തേക്ക് പോകുന്ന പാതയിൽ വെച്ച് അയാൾ തന്നെയാണ് തൻ്റെ കാലുകൾ കെട്ടിയിട്ടത്. ഇസ്ലാമിൻ്റെ വഴികൾ സ്വർഗത്തിലേക്കുള്ള മാർഗദർശികളാണ്. അവയെ അവഗണിക്കുന്നത് തൻ്റെ കപ്പൽ തകർത്ത് കടലിൽ തള്ളി വിടുന്നതിന് തുല്യമാണ്. ധിക്കാരിയുടെ ഓരോ തെറ്റായ പ്രവൃത്തിയും സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഒരു പുതിയ അടയാളം കുത്തുന്നത് പോലെയാണ്. അദ്ദേഹം തൻ്റെ കൈകൊണ്ട് തന്നെ തൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കുകയാകുന്നു. തൻ്റെ മോശം പ്രവൃത്തികൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഒരു കരിനിഴൽ വീശുന്നു. അവൻ തന്നെയാണ് തൻ്റെ സ്വന്തം ശത്രു. പക്ഷേ ആ പാവം അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വൈകിപ്പോവുകയാണ്. ധിക്കാരിയുടെ ജീവിതം ഒരു നഷ്ടപ്പെട്ട അവസരത്തിൻ്റെ കഥയാണ്. സ്വർഗം എന്ന അനന്തമായ സുഖത്തിൻ്റെ ലോകം അവൻ്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. അവൻ അത് തള്ളിക്കളയുന്നു. ഒരു കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കൊടുത്താൽ അവൻ അത് കയ്യിൽ പിടിച്ച് സന്തോഷിക്കും. ഒരുപാട് സമയം അദ്ദേഹം കുട്ടി അത് അല്പമൊന്ന് കഴിക്കുകയും പിന്നെയും അത് കുറച്ചു നേരം സൂക്ഷിക്കുകയും അങ്ങനെ സന്തോഷത്തോടെ ആ കുട്ടി ഒരുപാട് സമയം ആ ചോക്ലേറ്റിൽ തന്നെ സമയം കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ധിക്കാരിയായ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹത്തെ മനസ്സിലാക്കുന്നില്ല, അതിൽ കൂടുതൽ ചിന്തിക്കുന്നില്ല. അവൻ ആ അനുഗ്രഹത്തെ നിഷേധിക്കുവാനും കളയുവാനുമാണ് അവൻ ഊക്ക് കാണിക്കുന്നത്. ഒരു തെറ്റായ തെരഞ്ഞെടുപ്പിൻ്റെ കഥയാണ് ധിക്കാരിയുടേത്.
അവൻ തൻ്റെ സ്വന്തം സന്തോഷത്തെയാണ് ബലി കഴിപ്പിച്ചത്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്വർഗത്തിലെ സന്തോഷമാണ്. എന്നാൽ നബിയെ ധിക്കരിച്ചവൻ അത് തള്ളിക്കളയുന്നു. ഈ ലോകത്തെ അധികാരവും സമ്പത്തും മാത്രം അദ്ദേഹം തേടുന്നു. ഈ ലോകത്തെ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി അദ്ദേഹം പകൽ പണിയെടുക്കുന്നു. ധിക്കാരികളുടെ ജീവിതം നമുക്ക് പാഠം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയുടെ അവസാനം സ്വർഗമാകാം, അല്ലെങ്കിൽ നരകമാകാം. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ആ യാത്രയുടെ ദിശ നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ശരിയായ ദിശയിൽ നയിക്കാൻ ശ്രമിക്കാം. സ്വർഗത്തിലേക്കുള്ള ഹൈവേയിലൂടെ നമുക്ക് പ്രവേശിക്കാം. വിശ്വാസികളുടെ ജീവിതം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും അധിഷ്ഠിതമാവേണ്ടതുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക വിളക്കുകൾ ജീവിതത്തിൽ പ്രകാശമായി കത്തിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൻ്റെ ഉന്നതികൾ അനുഭവിക്കാനും സ്വർഗത്തിലെ ഹൈവേയിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ ഏവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.